നമസ്കാരം. ഇൻഫോ ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാപ്പ ഉത്തരവ് പ്രകാരം കുപ്രസിദ്ധ ഗുണ്ടകളായ ശ്രീജിത്ത്, സൂരജ്, നിഖിൽ എന്നിവരെ ജയിലിലാക്കി. പാലപ്പിള്ളിയിൽ ശക്തമായ കാറ്റിൽ റബ്ബർ മരം വീണ് തോട്ടം തൊഴിലാളിയായ സ്ത്രീക്ക് പരിക്കേറ്റു. യുവാവിനെ തട്ടിക്കൊണ്ടുപോയി പണം ആവശ്യപ്പെട്ട് ആക്രമിച്ച കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തു. പുത്തൂരിലെ തൃശൂർ സുവോളജിക്കൽ പാർക്ക് നാളെ തുറക്കും. വൈകിട്ട് 4-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച വരന്തരപ്പള്ളി സ്മാർട്ട് വില്ലേജ് ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. വേളൂക്കര മുതൽ മോതിരക്കണ്ണി വരെയുള്ള റോഡ് ഗതാഗത യോഗ്യമാക്കിയില്ലെങ്കിൽ അതിരൂക്ഷമായ സമരമെന്ന് RJD. വിശദമായ വാർത്തയിലേക്ക്. കാപ്പ ഉത്തരവ് പ്രകാരം കുപ്രസിദ്ധ ഗുണ്ടകളായ വരന്തരപ്പള്ളി സ്വദേശി തൈരുകുടം ശ്രീജിത്ത്, ചന്ദ്രാപിന്നി സ്വദേശി സൂരജ്, പുലിപ്പാറക്കുന്ന് സ്വദേശി നിഖിൽ എന്നിവരെ ജയിലിലാക്കി. വരന്തരപ്പള്ളി പോലീസ് സ്റ്റേഷൻ റൌഡിയായ വരന്തരപ്പള്ളി റൊട്ടിപ്പടി വെറ്റിയാട്ടിൽ വീട്ടിൽ തൈരുകുടം ശ്രീജിത്ത്, കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ റൌഡിയായ ചന്ദ്രാപിന്നി കണ്ണനാങ്കുളം ദേശത്ത് ഏറാക്കൽ വീട്ടിൽ അനു എന്ന് വിളിക്കുന്ന സൂരജ്, കൊടകര പോലീസ് സ്റ്റേഷൻ റൌഡിയായ കൊടകര പുലിപ്പാറക്കുന്ന് ദേശത്ത് കിഴക്കേടത്ത് വീട്ടിൽ നിഖിൽ എന്നിവരെയാണ് കാപ്പ ചുമത്തി 6 മാസക്കാലത്തേക്ക് ജയിലിലടച്ചത്. ശ്രീജിത്ത് വരന്തരപ്പള്ളി, പുതുക്കാട്, ഗുരുവായൂർ, ഒല്ലൂർ പോലീസ് സ്റ്റേഷനുകളിലായി 3 വധശ്രമ കേസിലും 4 അടിപിടി കേസിലും 1 കവർച്ചാ കേസിലും 1 തട്ടിപ്പ് കേസിലും മയക്കുമരുന്ന് ഉപയോഗിച്ച 1 കേസിലും അടക്കം 12 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. സൂരജ് മതിലകം, കയ്പമംഗലം, വലപ്പാട് പോലീസ് സ്റ്റേഷനുകളിലായി 5 വധശ്രമ കേസിലും 3 അടിപിടി കേസിലും 1 കവർച്ചാ കേസിലുമടക്കം 23 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. നിഖിൽ ആളൂർ, കൊടകര പോലീസ് സ്റ്റേഷനുകളിലായി 2 വധശ്രമ കേസിലും 4 അടിപിടി കേസിലുമടക്കം 9 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. പാലപ്പിള്ളിയിൽ ശക്തമായ കാറ്റിൽ റബ്ബർ മരം വീണ് തോട്ടം തൊഴിലാളിയായ സ്ത്രീക്ക് പരിക്കേറ്റു. പാലപ്പിള്ളി പുതുക്കാട് റബ്ബർ എസ്റ്റേറ്റിലെ ടാപ്പിംഗ് തൊഴിലാളിയായ വെള്ളാനപ്പാടം സ്വദേശി പേരകത്ത് വീട്ടിൽ പങ്കജാക്ഷന്റെ ഭാര്യ 57 വയസ്സുള്ള സജിതയ്ക്കാണ് പരിക്കേറ്റത്. തലയ്ക്ക് പരിക്കേറ്റ സജിതയെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിങ്കളാഴ്ച രാവിലെ 8 മണിക്കായിരുന്നു അപകടം. ടാപ്പിംഗ് കഴിഞ്ഞ് സ്കൂട്ടറിനുള്ളിൽ വച്ചിരുന്ന ഭക്ഷണം എടുക്കുന്നതിനിടെ റബ്ബർ മരത്തിന്റെ ചില്ലകൾ സജിതയുടെ തലയിലേക്ക് വീഴുകയായിരുന്നു. അപകടത്തിൽ സ്കൂട്ടറിന് കേടുപാടുകൾ സംഭവിച്ചു. പരിക്കേറ്റ സജിതയെ തൊഴിലാളികളും മാനേജ്മെന്റ് ജീവനക്കാരും ചേർന്നാണ് ആശുപത്രിയിലെത്തിച്ചത്. യുവാവിനെ തട്ടിക്കൊണ്ടുപോയി പണം ആവശ്യപ്പെട്ട് ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും മൊബൈൽ ഫോൺ കവർച്ച ചെയ്യുകയും ചെയ്ത കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തു. കാരളം സ്വദേശിയായ യുവാവിനെ തടഞ്ഞു നിർത്തി കഴുത്തിൽ കത്തിവെച്ച് ഭീഷണിപ്പെടുത്തി തട്ടിക്കൊണ്ടുപോയി തടങ്കലിൽ വെച്ച് ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും യുവാവിനെ വിട്ടയക്കണമെങ്കിൽ പണം ആവശ്യപ്പെടുകയും മൊബൈൽ ഫോൺ കവർച്ച ചെയ്യുകയും ചെയ്ത കേസിലെ പ്രതിയായ കരുവന്നൂർ മൂർക്കനാട് സ്വദേശി വല്ലത്ത് വീട്ടിൽ വിശ്വാസിനെ ബാംഗ്ലൂർ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തു. കോടതിയിൽ നിന്ന് ജാമ്യമെടുത്ത് വിചാരണ നടപടികളിൽ സഹകരിക്കാതെ വിദേശത്തേക്ക് കടന്ന് ഒളിവിൽ കഴിഞ്ഞ് വരികയായിരുന്നു. നാട്ടിലേക്ക് വരുന്നതിനായി ഷാർജയിൽ നിന്ന് ബാംഗ്ലൂർ എയർപോർട്ടിൽ വന്നിറങ്ങിയ പ്രതിയെ ലുക്കൌട്ട് സർക്കുലർ പ്രകാരം എയർപോർട്ടിൽ തടഞ്ഞുവയ്ക്കുകയും വിവരം ജില്ലാ പോലീസ് മേധാവിയെ അറിയിച്ചത് പ്രകാരം ഇയാളെ അറസ്റ്റ് ചെയ്യുന്നതിനായി പ്രത്യേക അന്വേഷണ സംഘത്തെ ബാംഗ്ലൂരിലേക്ക് അയക്കുകയുമായിരുന്നു. പ്രതിയെ കാട്ടൂർ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. പുത്തൂരിലെ തൃശൂർ സുവോളജിക്കൽ പാർക്ക് നാളെ തുറക്കും. വൈകിട്ട് 4-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. ഉദ്ഘാടന ചടങ്ങിൽ വനമന്ത്രി AK ശശീന്ദ്രൻ അധ്യക്ഷനാകും. മന്ത്രിമാരായ K രാജൻ, R ബിന്ദു, KN ബാലഗോപാൽ, J ചിഞ്ചുറാണി, റോഷി അഗസ്റ്റിൻ, K കൃഷ്ണൻകുട്ടി, KB ഗണേഷ് കുമാർ, രാമചന്ദ്രൻ കടന്നപ്പള്ളി, മുഹമ്മദ് റിയാസ് എന്നിവർ പങ്കെടുക്കും. ആഴ്ചകൾക്ക് മുൻപേ സംഘാടക സമിതി രൂപീകരിച്ച് ഉദ്ഘാടന ചടങ്ങ് നാടിന്റെ ഉത്സവമാക്കി മാറ്റുന്നതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിരുന്നു. നിരവധി അനുബന്ധ പരിപാടികൾ ഇതിനോടകം നടത്തി. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് 2 ഘോഷയാത്രകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ചടങ്ങിന് ശേഷം ജയരാജ് വാര്യർ നേതൃത്വം നൽകുന്ന സംഗീത പരിപാടി അരങ്ങേറും.
മഴ ശക്തമായ സാഹചര്യത്തിൽ സംഘാടക സമിതി വേണ്ട മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. വാഹന പാർക്കിംഗിനായി പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. പോലീസും പാർക്ക് അധികൃതരും ചേർന്ന് ക്രൌഡ് മാനേജ്മെന്റ് കമ്മിറ്റി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കും. ബുധനാഴ്ച മുതൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ആളുകളെ പ്രവേശിപ്പിക്കും. ഇമെയിൽ രജിസ്ട്രേഷൻ വഴി സ്കൂൾ, കോളേജ് വിദ്യാർത്ഥികൾക്ക് മുൻഗണന നൽകിയായിരിക്കും പ്രവേശനം. ജനപ്രതിനിധികൾ, സാമൂഹിക സംഘടനാ പ്രതിനിധികൾ, മാധ്യമ പ്രവർത്തകർ എന്നിവർക്ക് ആദ്യ 2 മാസം പ്രവേശനം നൽകും. പാർക്കിന്റെ വെബ്സൈറ്റ് വഴി പ്രവേശനത്തിന് രജിസ്റ്റർ ചെയ്യാം. ജനുവരി മുതൽ പൂർണ്ണതോതിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനം നൽകും. റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച വരന്തരപ്പള്ളി സ്മാർട്ട് വില്ലേജ് ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം പൂർത്തീകരിച്ച വരന്തരപ്പള്ളി ഉൾപ്പെടെയുള്ള വിവിധ സ്മാർട്ട് വില്ലേജുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം സംസ്ഥാന റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ നിർവഹിച്ചു. കെ രാമചന്ദ്രൻ MLA ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ, വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ്, ചാലക്കുടി തഹസിൽദാർ ജേക്കബ് KA, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു. 2 നിലകളിലായി 44 ലക്ഷം രൂപ ചെലവിലാണ് വരന്തരപ്പള്ളി സ്മാർട്ട് വില്ലേജ് നിർമ്മിച്ചിട്ടുള്ളത്. വേലൂക്കര മുതൽ മോതിരക്കണ്ണി വരെയുള്ള റോഡ് ഗതാഗതയോഗ്യമാക്കിയില്ലെങ്കിൽ അതിരൂക്ഷമായ സമരത്തിന് ജനത്തെ ഒരുക്കുമെന്ന് RJD സംസ്ഥാന ജനറൽ സെക്രട്ടറി യൂജിൻ മൊറേലി പറഞ്ഞു. യാത്രാ ദുരിതം നേരിടുന്നതിൽ പ്രതിഷേധിച്ച് മോതിരക്കണ്ണി ജംഗ്ഷനിൽ RJD പഞ്ചായത്ത് പ്രസിഡന്റ് ജോൺസൺ മൊറേലി നടത്തുന്ന ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിചിത്രമായ വാദഗതികളാണ് ഈ റോഡ് നന്നാക്കാത്തത് സംബന്ധിച്ച് MLA ഉയർത്തുന്നത്. കരാർ ലംഘനവും സാമാന്യ മര്യാദയും കാണിക്കാതെയാണ് പൈപ്പിടലും മൂടലും നടന്നത്. കിഫ്ബി പദ്ധതിയിൽ നിന്ന് 42 കോടി മുൻ MLA BD ദേവസിയുടെ കാലത്ത് അനുവദിച്ചിരുന്നു. 4.5 വർഷം കൊണ്ട് ഒരു പ്രവൃത്തിയും ചെയ്യിക്കുവാൻ സനീഷ് കുമാറിന് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, റോഡിൽ കൂടി നടക്കുവാൻ കഴിയാത്ത പരുവത്തിൽ ആക്കുകയും ചെയ്തു. ഒരാഴ്ച സമയം നൽകുന്നു. അതിനുള്ളിൽ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ ശക്തമായ ജനകീയ പ്രക്ഷോഭം ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 105 രൂപ കുറഞ്ഞു. ഗ്രാമിന് 11,410 രൂപ, പവന് 91,280 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാപ്പ ഉത്തരവ് പ്രകാരം കുപ്രസിദ്ധ ഗുണ്ടകളായ ശ്രീജിത്ത്, സൂരജ്, നിഖിൽ എന്നിവരെ ജയിലിലാക്കി. പാലപ്പിള്ളിയിൽ ശക്തമായ കാറ്റിൽ റബ്ബർ മരം വീണ് തോട്ടം തൊഴിലാളിയായ സ്ത്രീക്ക് പരിക്കേറ്റു. യുവാവിനെ തട്ടിക്കൊണ്ടുപോയി പണം ആവശ്യപ്പെട്ട് ആക്രമിച്ച കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തു. പുത്തൂരിലെ തൃശൂർ സുവോളജിക്കൽ പാർക്ക് നാളെ തുറക്കും. വൈകിട്ട് 4-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച വരന്തരപ്പള്ളി സ്മാർട്ട് വില്ലേജ് ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. വേലൂക്കര മുതൽ മോതിരക്കണ്ണി വരെയുള്ള റോഡ് ഗതാഗത യോഗ്യമാക്കിയില്ലെങ്കിൽ അതിരൂക്ഷമായ സമരമെന്ന് RJD. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. ഇന്നത്തെ വാർത്തയുടെ പുനർസംപ്രേക്ഷണം രാത്രി 10:30-നും 11:30-നും, രാവിലെ 6:30, 7:30, 8:30, ഉച്ചയ്ക്ക് 12 മണി എന്നീ സമയങ്ങളിൽ ഉണ്ടായിരിക്കും.
തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും എൻഫോർട്ട് ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.